ഹലോ അസ്സലാമു അലൈക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ റീസെൻ്റായിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന സേവ് ദ ഡേറ്റ് മേക്കിംഗ് ട്യൂട്ടോറിയലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് യൂട്യൂബ് വീഡിയോ എടുക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഈ ലവ് എന്നുള്ള സാധനം സാധാരണ വുഡിൻ്റെ ഇതിലാണ് കാണറ്, പക്ഷേ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ സാധാ ഒരു ഷീറ്റ് എടുത്തിട്ട് ബ്രൗൺ ഷീറ്റ് എടുത്ത് ഫോൾഡ് ചെയ്തിട്ട് ക്യൂബ്സ് ഉണ്ടാക്കി അതിൽ ലവ് നെയ്തുക. പിന്നെ ഈ സെൻറ്ററിൽ കാണുന്ന വുഡൻ പീസ് അതും ഞാൻ വാങ്ങിയതല്ല കേട്ടോ ഷോപ്പിൽ നിന്ന്. ഇവിടെ ഒരു മരം മുറിച്ചപ്പോൾ അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഈ ജിപ്സം ഫ്ലവേഴ്സ് പോലെ തോന്നിക്കുന്ന ഈ ഫ്ലവർ ജിപ്സം അല്ല, ഇതും എൻ്റെ പറമ്പിൽ നിന്ന് കിട്ടിയ ഏതോ ഒരു ചെടിയാണ്. കണ്ടപ്പോൾ എനിക്ക് ഏതാണ്ട് ആ സാമ്യം തോന്നി, അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വെച്ചു. ഭാഗ്യവശാൽ ഇന്നും ഡ്രൈ ആയിക്കില്ല. ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് 2 ആഴ്ച എങ്ങാനായി. ഇതേപോലെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചതാണ്, ഇപ്പോഴും അതുപോലെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ക്യാൻഡിൽ, ഈ ഗോൾഡൻ കളർ ക്യാൻഡിൽ ഹോൾഡർ, അത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. പണ്ടേ ഉള്ളൊരു വളരെ പണ്ടുള്ള ഒരു ഗ്ലാസ്സാണ് ഈ ഗോൾഡൻ്റെത് വീട്ടിൽ. അപ്പോൾ അതിലേക്ക് നമ്മുടെ സാധാ മെഴുകുതിരി മെൽറ്റ് ചെയ്തിട്ട് ഞാനിത് ഒരു ക്യാൻഡിലാക്കി എടുത്തതാണ്. പിന്നെ ഈ സേവ് ദ ഡേറ്റിന് ഞാൻ യൂസ് ചെയ്യുന്ന പേപ്പർ ഇതാ ഈ ഒരു ടെക്സ്ചറുള്ള ഹാൻഡ് മെയ്ഡ് പേപ്പർ എന്നാണ് ഇതിന് ഷോപ്പിൽ പറയുക. അപ്പോൾ ഈ ഷീറ്റാണ് ഞാൻ എടുക്കാറ്. ഇതൊരു ചാർട്ടിൻ്റെ സൈസിലാണ് കേട്ടോ. പിന്നെ ഞാൻ ഇത് എഴുതാൻ വേണ്ടിയിട്ട്, ആ സേവ് ദ ഡേറ്റ് വീഡിയോയിൽ എഴുതാൻ വേണ്ടിയിട്ട്, സേവ് ദ ഡേറ്റിൻ്റെ ആ ഷീറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പെയിൻറ്റും ബ്രഷുമാണ് യൂസ് ചെയ്യൽ. ഇതേപോലത്തെ പോയിൻ്റ് ബ്രഷ്, അല്ലെങ്കിൽ ഞാൻ ഈ ടോംബോയുടെ ഈ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്യൽ കേട്ടോ. ഇത് അടിപൊളി ഒരു പെന്നാട്ടോ. ക്രാഫ്റ്റേഴ്സിന് നല്ല രീതിക്ക് എഴുതാൻ, നല്ല വൃത്തിയിൽ എഴുതാൻ പറ്റിയ നല്ല ഒരു അടിപൊളി പെന്നാണ്. അപ്പോൾ ഈ പെൻ ആർക്കെങ്കിലും വേണമെങ്കിൽ, ഈ ബ്രഷ് പെൻ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് കോംബോ ആണ്, രണ്ടും കൂടെ ഉള്ളതാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിളായിട്ട് ഓരോന്നും വാങ്ങാം, അല്ലാണ്ട് കോംബോ ആയിട്ടും വാങ്ങാം കേട്ടോ. പിന്നെ നേരത്തെ ഞാൻ കാണിച്ച ഹാൻഡ് മെയ്ഡ് പേപ്പറിൻ്റെ ഒരു പീസാണ് കേട്ടോ ഇത്. ഓൾറെഡി ഞാൻ യൂസ് ചെയ്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതിൽ ഞാൻ ഈ നമ്മുടെ ഫസ്റ്റത്തെ മെയിൻ പേജ് എഴുതാൻ വേണ്ടിയിട്ട് അതിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു 17x13 സെൻറ്റിമീറ്ററിലുള്ള ഒരു സ്ക്വയറാണ് കേട്ടോ എടുക്കുന്നത്. സ്ക്വയറല്ല, റെക്റ്റാങ്കിളാണ് എടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്യലാണെങ്കിൽ ഇതിൽ നമുക്ക് വിൻറ്റേജ് സ്റ്റൈല് സേവ് ദ ഡേറ്റിന് നമുക്ക് സിസേഴ്സിൻ്റെ ആവശ്യമില്ല. നമ്മളെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കീറിയെടുത്താൽ മതി. നമ്മൾ നേരത്തെ വരച്ച ലൈൻ ഉണ്ടാവുമല്ലോ, ആ ലൈനിലൂടെ ഇങ്ങനെ കീറിയെടുത്താൽ മതി. അത്രയ്ക്ക് വൃത്തിയൊക്കെ മതി. അതൊരു എഫക്റ്റ്, നല്ലൊരു എഫക്റ്റ് കൊടുക്കും കേട്ടോ നമ്മുടെ ഈ ഒരു ഷീറ്റിന്, നമ്മൾ ഈ സേവ് ദ ഡേറ്റ് മെയിൻ ഷീറ്റിന്. ഇതാ കണ്ടോ, നല്ല ഭംഗിയില്ലേ. എന്നിട്ട് ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഡെക്കറേറ്റീവ് ആക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു വിൻറ്റേജ് സ്റ്റൈലാക്കാം. അതിനു വേണ്ടി നമ്മൾ ജൂട്ടിൻ്റെ ത്രെഡ് എടുക്കും, നമ്മളെ ചാക്കുനൂലില്ലേ അതന്നെ. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും 2 ലെയറോ 3 ലെയറോ 4 ലെയറോ ഒരൊറ്റ ലെയറോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളതൊന്ന് ടൈ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഞാൻ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഒട്ടിച്ചത്. എന്നിട്ടൊരു ബ്രൗൺ ഷീറ്റ് എടുത്തിട്ട്, ഇതേപോലത്തെ ബ്രൗൺ ഷീറ്റ് ഉണ്ടാവും, എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ബ്രൗൺ ഷീറ്റ് എടുത്തിട്ട് അതിലൊരു സർക്കിൾ, ഒരു 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളാണെന്ന് തോന്നും. എന്തായാലും ഞാൻ എഴുതുന്ന കാണുമ്പോൾ ഞാൻ വെക്കുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര സൈസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കണക്കിന് നിങ്ങളൊരു സർക്കിൾ വരയ്ക്കുക. സർക്കിളായിക്കോട്ടെ, സ്ക്വയർ ആക്കാം, ട്രയാങ്കിളാക്കാം, നിങ്ങൾ ഇഷ്ടം പോലെ ഏതെങ്കിലും ഒരു ഡിസൈന് നിങ്ങൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സർക്കിളിൽ സേവ് അവർ ഡേറ്റ് എന്നാണ് കേട്ടോ എഴുതുന്നത്. ആദ്യം പെൻസിൽ കൊണ്ട് എഴുതി സ്കെച്ച് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം. ഈ പെന്നില്ലാത്തവർക്ക് സാധാ ബ്രഷും പെയിൻറ്റും യൂസ് ചെയ്തുകൊണ്ട് എഴുതാം. എനിക്ക് ഈ ബ്രഷ് ഉള്ളതിനോണ്ട് ചെറിയ റൈറ്റിങ്സൊക്കെ ഞാൻ ഈ ബ്രഷ് കൊണ്ട് അധികം എഴുതും, നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ സേവ് അവർ ഡേറ്റ് എന്ന് എഴുതുന്നുണ്ട്. ഇവിടെ ഞാൻ വെഡ്ഡിങ്ങിൻ്റെ സേവ് ദ ഡേറ്റ് വീഡിയോ ഒന്നല്ല കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ചെയ്യുന്നത് എൻ്റെ തന്നെ നിക്കാഹ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്ന. ഒരു സേവ് ദ ഡേറ്റ് കാർഡ്സ് ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് തന്നെ സേവ് അവർ ഡേറ്റ് എന്ന് എഴുതി. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഡബിൾ സൈഡ് ടാപ്പ് കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 3D എഫക്റ്റില്ലാതെ നിൽക്കുമ്പോൾ കുറച്ചൊരു ഭംഗി ഉണ്ടാവും. ഇനി നമുക്ക് എന്താണോ നമ്മളെ തീം, ആനിവേഴ്സറി ആണോ, ഇനിയിപ്പോൾ വെഡ്ഡിങ് ആണോ,
അല്ലെങ്കിൽ നിക്കാഹാണോ എന്താണെങ്കിലും ആ ഒരു സബ്ജക്റ്റ് നമുക്കിവിടെ എഴുതാം. അപ്പോൾ ഞങ്ങളിത് ഫസ്റ്റ് നിക്കാഹ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഞാനിതാ നോർമലായിട്ട് ആൽഫബറ്റ് ലെറ്ററിൽ ക്യാപിറ്റലിൽ എഴുതുകയാണ് കേട്ടോ. ഫസ്റ്റ് നിക്കാഹിന് ആദ്യം പെൻസിലുകൊണ്ടാണ് എഴുതുന്നത്. എന്നിട്ട് സ്ഥലമൊക്കെ റെഡിയാണെന്ന് നോക്കിയിട്ട് മാത്രമേ പെന്നോ അല്ലെങ്കിൽ പെയിൻറ്റോ യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ എഴുതാറുള്ളൂ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടോംബോൻ്റെ ബ്രഷ് പെൻ തന്നെയാണ് കേട്ടോ. ഇനിയാണ് മെയിനായിട്ട് നമ്മുടെ കപ്പിൾ നെയിം. ഇവിടെ ആനിവേഴ്സറി ആയതുകൊണ്ട് ഞങ്ങൾ കപ്പിളായല്ലോ. അപ്പം ഞങ്ങളെ നെയിം എഴുതുകയാണ്. ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നതാണെങ്കിൽ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ പേര് എഴുതാം. അപ്പോൾ ആദ്യം തന്നെ പെൻസിൽ കൊണ്ടാണ് ഞാനെല്ലാം ചെയ്ത് നോക്കുന്നു കേട്ടോ. സ്ഥലമൊക്കെ ഓക്കെ ആണോ, സ്പേസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ ആദ്യം പെൻസിൽ കൊണ്ടാണ് കേട്ടോ എഴുതുന്നത്. എന്നിട്ട് മാത്രമേ മെയിനായിട്ട് ഷീറ്റിലേക്ക് എഴുതാൻ തുടങ്ങുള്ളൂ. ഇവിടെ നേരത്തെ ഞാൻ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തെങ്കിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് പെയിൻറ്റ് വിത്ത് പോയിൻറ്റ് ബ്രഷാണ്. അപ്പോൾ ആ പോയിൻറ്റ് ബ്രഷ് കൊണ്ടാണ് ഞാൻ ഞങ്ങളുടെ പേര് എഴുതിയെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടി കൂട്ടാം, കട്ടി കുറക്കാം. നിങ്ങളൊരു ഇഷ്ടത്തിനനുസരിച്ച് പേരെങ്ങനെ ഏത് സ്റ്റൈലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഓഫ് എഴുതിയില്ലായിരുന്നു, ഫസ്റ്റ് നിക്കാഹ് ആനിവേഴ്സറി ഓഫ്. പിന്നെ ഞങ്ങളെ പേര് എഴുതി. അതിനുശേഷം ഇതിനെ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഞങ്ങളെ പേരിനിടയ്ക്ക് ഒരു ആൻഡും കൂടി എഴുതി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ആൻഡ് എഴുതാം, വിത്ത് എഴുതാം, വെഡ്സ് എഴുതാം. ഇപ്പോൾ വെഡ്ഡിങ് ആണേ വെഡ്സ് എന്തും എഴുതാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഞാനത് സാധാ ഗ്ലൂ കൊണ്ട് അതിൻ്റെ സൈഡ് സെൻറ്ററിലൊന്നല്ല ഒട്ടിച്ച്, അപ്പുറത്ത് കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസിലേക്കാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയൊന്നുമില്ലേ. ഇത് ഞങ്ങളുടെ ഡേറ്റ്, ആനിവേഴ്സറിൻ്റെ ഡേറ്റാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ പെൻസിൽ കൊണ്ട് തന്നെ ആദ്യം എഴുതി സ്കെച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങളുടെ ഡേറ്റ് പിന്നീട് ഞാൻ ബ്രഷ് കൊണ്ടാണ് അത് എഴുതിയെടുക്കുന്നത്. എന്നിട്ട് അതിനെ കുറച്ചുകൂടി ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഒരു റിബൺ കണക്കിന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി വേണമെങ്കിൽ സർക്കിളിൽ എഴുതാം, സ്ക്വയറിൽ എഴുതാം, നിങ്ങളിഷ്ടം പോലെ. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കാർഡ് വെച്ചില്ലെങ്കിലും ഡയറക്റ്റ് ആ പേജിൽ തന്നെ എഴുതിയാലും ഭംഗിയുണ്ടാവും. അപ്പം ഞാനിത് ഒരു ഡബിൾ സൈഡ് ടാപ്പ് കൊണ്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ലൊരു വിൻറ്റേജ് സ്റ്റൈല് സേവ് ദ ഡേറ്റായി. ഇതാണ് നമ്മുടെ മെയിൻ പേജ്. പിന്നെ നമ്മൾ പെൻസിൽ കൊണ്ട് എഴുതിയ വാക്ക് അപ്പം തന്നെ മായ്ച്ച് കളയാൻ പാടില്ല. എഴുതി അതിൻ്റെ മുകളിൽ നമ്മൾ ബ്രഷ് പെൻ കൊണ്ടോ അല്ലെങ്കിൽ പെയിൻറ്റ് കൊണ്ടോ എഴുതിയതിന് അപ്പം തന്നെ മായ്ച്ച് കളയാൻ പാടില്ല. അത് തമ്മിൽ അപ്പട് ഫെയ്ഡായിപ്പോൾ. അത് നല്ലോണം ഉണങ്ങിയ ശേഷം മാത്രമേ നമ്മൾ ഇറേസർ കൊണ്ട് മായ്ക്കാൻ പറ്റൂ. ഇനി നമ്മൾ ഡേറ്റ് ഒന്നുകൂടി ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ റൗണ്ട് വരച്ച് കൈ കൊണ്ട് കീറിയെടുക്കുന്ന കേട്ടോ ചെയ്തത്. എന്നിട്ട് ഫസ്റ്റ് ഞങ്ങളിത് മാർച്ച് 25 ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് മാർച്ച് ഏതാ മന്ത് എന്ന് വെച്ചാൽ അത് എഴുതി. പിന്നെ 2022. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്കുള്ള കുറച്ചുകൂടി ഹൈലൈറ്റ് ആയി നിൽക്കാൻ വേണ്ടി നമ്മൾ മെയിൻ ഷീറ്റിൽ യൂസ് ചെയ്ത അതേ ഷീറ്റ് അഥവാ ബ്രൗൺ ഷീറ്റ്, നമ്മൾ മെയിൻ ഷീറ്റിൽ ഏത് കളർ കോമ്പിനേഷനാണോ ചേർക്കുന്നത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെ ആയിരിക്കണം ബാക്കി കാർഡ്സിലും വരേണ്ടത്. അപ്പോൾ ഞാനിതാ 25 ബ്രൗൺ ഷീറ്റിലെഴുതി. എന്നിട്ടൊരു ഡബിൾ സൈഡ് കൊണ്ട് 3D എഫക്റ്റിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാർഡ്സ് ചെയ്തെടുക്കാം. ആൻഡ് വി ക്രിയേറ്റഡ് യു ഇൻ പെയേഴ്സ്. പിന്നെ ഇനി കുറച്ചുകൂടി ഹൈലൈറ്റ് ആക്കണം നിങ്ങളെ ഡേറ്റ് എങ്കിൽ ഒരു കലണ്ടർ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതേപോലെ എപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴും നമ്മളെ മെയിൻ ഷീറ്റുമായിട്ട് കോമ്പിനേഷനായിട്ടുള്ള കളേഴ്സ് തന്നെ ഇതിലും യൂസ് ചെയ്യണം കേട്ടോ. ഇപ്പം മാർച്ച് എന്നുള്ളത് ഞാൻ ബ്രൗണിൽ എഴുതി. അതേപോലെ ഡേറ്റ് ഒന്ന് ഹൈലൈറ്റ് ആക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് ലവ് കട്ട് ചെയ്തിട്ട് അതിൽ ഡബിൾ സൈഡ് ഇട്ടിട്ടാണ് ഞാൻ അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത് നമ്മുടെ ഡേറ്റിൻ്റെ 25 കേട്ടോ. അടുത്തതായി ഈ ഒരു ഐറ്റമിലേക്ക് നമ്മൾ അൽഹംദുലില്ല എന്നുള്ളൊരു കാർഡ് കൂടി ആഡ് ചെയ്യുകയാണ് കേട്ടോ. ഫോണിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു തീം എടുത്തിട്ട് ആ തീം നോക്കിയിട്ടാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. ഒരു ഫോണ്ട് നോക്കിയിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞു. ഇനി ഇതിനെ കുറച്ചുകൂടി ഹൈലൈറ്റ് ആക്കാൻ വേണ്ടി ഇതൊരു ഗോൾഡൻ ലീഫാണ്. നമ്മൾ എഴുതിയിട്ട് ആ പേപ്പറിലൊരു ഗ്ലിറ്ററി എഫക്റ്റ് വരാൻ വേണ്ടി ഗോൾഡ് ലീഫ് യൂസ് ചെയ്യും. ഈ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഗോൾഡ് ലീഫ് യൂസ് ചെയ്യുന്നത്, ഗോൾഡൻ ലീഫ്.
അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം കേട്ടോ. വളരെ തിന്നായിട്ടുള്ള ഷീറ്റാട്ടോ. നമ്മൾ കയ്യിലൊക്കെ തൊട്ടാൽ അപ്പം തന്നെ കയ്യിലൊക്കെ അങ്ങ് പോരും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഈ ഷീറ്റ് യൂസ് ചെയ്യണം. ഭയങ്കര തിന്നെന്ന് വെച്ചാൽ ഭയങ്കര തിന്നാണ് ഈ ഷീറ്റ്. അപ്പോൾ ഈ ഷീറ്റ് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഗ്ലൈഡിങ് ഗ്ലൂ എന്ന് പറഞ്ഞൊരു ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യണം. പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ സാധാ ഗ്ലൂ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്താൽ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഷീറ്റ്, ഈ ഗോൾഡൻ ലീഫ് നമുക്ക് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതിൻ്റെ കുറച്ച് പീസ് ഞാനിങ്ങനെ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ സൈഡിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഗ്ലൂ ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ലീഫ് മെല്ലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ തട്ടിക്കളയരുത്. കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് തട്ടിക്കളയാം. പിന്നീട് ഞാൻ ഒരു കോട്ടും കൂടി എഴുതുന്നുണ്ട് കേട്ടോ. എന്തായാലും ആനിവേഴ്സറി അല്ലേ, കുറച്ചുകൂടി ഒന്ന് ഉഷാറാക്കാൻ വിചാരിച്ച ഒരു കോട്ടും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആനിവേഴ്സറി കോട്ടൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ അതിലൊന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഗോൾഡൻ ലീഫ് ഏതാണ്ട് സ്റ്റിക്കായി കഴിഞ്ഞു. എന്നിട്ട് നമുക്കത് എന്താക്കാം, ഒരു ബ്രഷ് എടുത്തിട്ട്, നനവൊന്നും ഇല്ലാത്തൊരു ബ്രഷ് എടുത്ത്, നല്ല ഡ്രൈ ആയ ബ്രഷ് എടുത്ത് മെല്ലെ ഇങ്ങനെ പൊടി എന്താക്കാം, തട്ടി കൊടുക്കാം. ഇപ്പം നല്ല ഭംഗിയില്ലേ, കുറച്ചുകൂടി ഹൈലൈറ്റ് ആയില്ലേ ആ ഒരു പേജ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇത്രയും പേജസാണ് നമ്മൾ ഈ ഒരു ആനിവേഴ്സറിക്ക് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ടോ. നമ്മുടെ മെയിൻ പേജ്, പിന്നെ കലണ്ടർ, പിന്നെ നമ്മുടെ ഡേറ്റ് ഫോക്കസ് ചെയ്യുന്ന ഒരു കാർഡ്, പിന്നെ ഒരു കോട്ട്, പിന്നെ അൽഹംദുലില്ലാ നല്ലൊരു കാർഡ്, പിന്നെ ആൻഡ് വി ക്രിയേറ്റഡ് യു ഇൻ പേഴ്സ്. ഇത്രയാണ് നമ്മുടെ ഫുള്ളായിട്ടുള്ള കാർഡ്സ് വരുന്നത്. പിന്നെ ഈ ലവ് എന്നുള്ളത് നേരത്തെ പറഞ്ഞു, ഞാൻ ക്യൂബ് ഉണ്ടാക്കിയതാണ്, ഷോപ്പിൽ നിന്ന് വാങ്ങിയതല്ല. ഈ വുഡൻ ആൽഫബറ്റിൻ്റെ ഉണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ എവിടെയും കിട്ടാത്തതുകൊണ്ട് ഞാൻ ബ്രൗൺ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് ക്യൂബ്സ് ആക്കി അതിൽ ലവ് എന്ന് എഴുതിയതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ്. അപ്പം ഞാൻ ഇതുപോലെ ഒരുപാട് സേവ് ദ ഡേറ്റിൻ്റെ ഷീറ്റ്സ് ഉണ്ടാക്കി, കാർഡ്സ് ഉണ്ടാക്കി. അപ്പോൾ ഓരോ തീമിലുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു പേർപ്പിൾ തീം, ബ്രൗൺ തീം, അതേപോലെ വൈറ്റിൽ തന്നെ ഡിഫറെൻറ്റ് ഡിസൈൻ വെച്ചിട്ട്, പിന്നെ റെഡ്, നമ്മളെ ബ്രൗണ്, ബ്ലാക്ക്, അതേപോലെ ഈ വൈറ്റിൽ തന്നെ ഒരുപാട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കാർഡിന് യൂസ് ചെയ്യുന്ന ഷീറ്റുകളാട്ടോ ഇതൊക്കെ സാധാ ഷോപ്പിൽ, ക്രാഫ്റ്റേഴ്സ്, സ്റ്റേഷനറി ഷോപ്പിലൊക്കെ പോയാൽ നമുക്ക് കിട്ടും കളേർഡ് ആയിട്ടുള്ള കുറച്ച് തിക്കായിട്ടുള്ള ചാർട്ടുകളാട്ടോ അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫൈനൽ വീഡിയോ നോക്കാം ആനിവേഴ്സറിൻ്റെ. ഇങ്ങനെയാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ആക്കി ഫൈനലൈസ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.